ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഔൾസ്. നമുക്കിന്ന് ദ കേരളോൽപ്പത്തി ആസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു എസ്സേയെ പറ്റി പഠിക്കാം കേട്ടോ. ദ കേരളോൽപ്പത്തി ആസ് ഹിസ്റ്ററി, അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന്. നമുക്ക് മെയിൻലി ഓതർ എസ്സെ ബിഗിൻ ചെയ്യുന്നത് എന്താണ് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ് എന്ന് സ്റ്റേറ്റ് ചെയ്തുകൊണ്ടാണ്. എന്താണ് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ്? അതായത് നമ്മൾ സൊസൈറ്റി അവരുടെ പാസ്റ്റിനെ പറ്റിയിട്ടും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അത് കൾച്ചർ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻസ് എങ്ങനെയാണ് കൾച്ചർ റെക്കോർഡ് ചെയ്തിരുന്നത്? നമുക്കിപ്പോൾ പ്രീ ഹിസ്റ്റോറിക് ഏജോ അല്ലെങ്കിൽ നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അന്നത്തെ എന്തെങ്കിലും ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ടോ? നമുക്ക് കുറേ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള കുറേ എവിഡൻസ് വെച്ച് നമ്മൾ ഗസ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ മഹാഭാരത, രാമായണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൈൻഡ് ഓഫ് മാനുസ്ക്രിപ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കേരളത്തിലാണെങ്കിൽ താളിയോലകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ രീതിയിലൊക്കെയാണ് പാസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സൊസൈറ്റി അനുസരിച്ചും എന്ത് മാറിക്കൊണ്ടിരിക്കും? ഈ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്ന രീതി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഈ താളിയോലകൾ അല്ലെങ്കിൽ പാം ലീവ്സിലൊക്കെ എഴുതുന്ന പോലെ ഗ്രീക്കിലും ലാറ്റിനും ഒന്നും അങ്ങനെ എഴുതണമെന്നില്ല. അപ്പോൾ ഓരോ സ്ഥലം മാറുന്നതനുസരിച്ച്, ഓരോ കൾച്ചർ മാറുന്നതനുസരിച്ച് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്നത് മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവർ ഹിസ്റ്ററി എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്, അത് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതാണ് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ്. നമ്മൾ നമ്മുടെ ഹിസ്റ്ററിയെ പറ്റിയിട്ട് മനസ്സിലാക്കുകയും അതിനെ റെക്കോർഡ് ചെയ്യും. ഓരോ സൊസൈറ്റികൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിനെ നമുക്ക് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഹിസ്റ്ററിയെ പറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൾച്ചർ അല്ലെങ്കിൽ സൊസൈറ്റി അനുസരിച്ച് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്നത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ മെയിൻലി ഹിസ്റ്ററി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ബുക്കിലൂടെ ആയിരിക്കും. അതായത് ഒരു രാജാവിന് ഒരു ആസ്ഥാനമായിട്ടുള്ള നമ്മുടെ കൊട്ടാരത്തിലൊരു എഴുത്തുകാരനുണ്ടായിരിക്കും. ഇപ്പോൾ അക്ബറിൻ്റെ സമയത്താണെങ്കിൽ അബ്ദുൽ ഫസൽ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അബുൽ ഫസൽ, പുള്ളിക്കാരൻ നമ്മുടെ അക്ബറിൻ്റെ വീരകഥകളെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് എഴുതി വയ്ക്കും. അല്ലെങ്കിൽ അദ്ദേഹം ആ സൊസൈറ്റിയിൽ ചെയ്ത കാര്യങ്ങളെ പറ്റി എഴുതി വയ്ക്കും. അതിലൂടെയാണ് പിന്നീടുള്ള ആൾക്കാർ എന്തായിരുന്നു ആ ടൈമിലെ ഹിസ്റ്ററി എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു ഐഡിയ നമ്മുടെ വെസ്റ്റേൺ ആൾക്കാർ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹർഷവർദ്ധന എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കിങ് ഉണ്ടായിരുന്നു പണ്ട്. അദ്ദേഹത്തിൻ്റെ കോർട്ടിലെ ഒരു റൈറ്ററാണ് ബാണഭട്ട എന്ന് പറയുന്നത്. ഈ ബാണഭട്ടയാണെങ്കിൽ ഹർഷവർദ്ധൻ അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ എഴുതി വെച്ചു. ഹർഷവർദ്ധനക്ക് എപ്പോഴും ഒരു ശത്രുവുണ്ട്, പുലികേശ രണ്ടാമൻ. ചാലൂക്യ ഹിസ്റ്ററിയാണ് ഓർത്തൊന്നും വെക്കേണ്ടത്, ചുമ്മാ കഥ പോലെ കേട്ടാൽ മതി. ചാലൂക്യ ഡൈനാസ്റ്റിയിൽ പുലികേശനുമായിട്ട് പുള്ളിക്കാരൻ എപ്പോഴും അടിയാണ്. അങ്ങനെ ഒരു ദിവസം ഈ പുലികേശനുമായിട്ട് പുള്ളിക്കാരൻ അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നു ഹർഷവർദ്ധന. അപ്പോൾ ബാണഭട്ട അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ, അദ്ദേഹം ഈ നമ്മുടെ ഹർഷവർദ്ധനെ പറ്റി എഴുതിയേക്കുന്ന സ്റ്റോറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, പുലികേശനുമായിട്ട് അടി ഉണ്ടാക്കാൻ പോയി, അവിടെ പോയപ്പോൾ രണ്ട് ഭാഗവും ജയിച്ചില്ല, അതുകൊണ്ട് ഹർഷവർദ്ധന പെതുക്കെ അങ്ങ് തിരിച്ചു വന്നു, അങ്ങനെയാണ് എഴുതി വെക്കുന്നത്. പക്ഷേ സത്യത്തിൽ നമ്മുടെ പുലികേശൻ കണ്ടം വഴി ഓട്ടിച്ചതാണ് ഈ ഹർഷവർദ്ധനെ. അത് എഴുതി വെച്ചിട്ടില്ല. കാരണം എന്താണ്? ഹർഷവർദ്ധനെ പറ്റി ഹർഷവർദ്ധനയുടെ കൊട്ടാരത്തിലെ ആൾ എഴുതുമ്പോൾ ഒരിക്കലും ഹർഷവർദ്ധൻ തോറ്റ് തുന്നമ്പാടിയ കഥ എഴുതില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വെസ്റ്റേണേഴ്സ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയെ അംഗീകരിക്കാത്തത്. കുറേ തള്ളുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കുത്തിഞ്ഞെരുക്കി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ മർത്താണ്ഡവർമ്മയുടെ വീരസാഹസികമായിട്ടുള്ള കുറേ സ്റ്റോറീസ് നമുക്കറിയാം അല്ലേ. പക്ഷേ റിയൽ സ്റ്റോറി നമുക്ക് സ്റ്റിൽ അറിയത്തില്ല. അതിന് കാരണം എന്താണെന്നറിയോ? റിയൽ സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് മർത്താണ്ഡവർമ്മയെ പറ്റി എഴുതുകയാണെങ്കിൽ അപ്പോഴേ മർത്താണ്ഡവർമ്മ അവിടെ തലവെട്ടി ആ ഒരു സാധനം പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാനോ പോലും പബ്ലിഷ് ചെയ്യാനോ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാവരും അദ്ദേഹത്തെ പറ്റി, ഇത് ഒരു റൂളറല്ല, എല്ലാവരെയും കേട്ടോ, ഞാൻ ഒരാളെ മാത്രം അടച്ചാക്ഷേപിക്കുന്നതല്ല, എല്ലാ ടൈമിലും ഇത് തന്നെയായിരുന്നു. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെമ്മയർ ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പേഴ്സണലായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും എഴുതി വെക്കുന്നത്. കുറേ തള്ളുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വെസ്റ്റേണേഴ്സ് നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള റെക്കോർഡ്സിനെ ഒന്നും അംഗീകരിക്കുന്നില്ല. മനസ്സിലായല്ലോ? ഇപ്പോൾ കൊളോണിയൽ പീരീഡിൽ വെസ്റ്റേണേഴ്സ് ഒന്നും നമ്മുടെ ഈ ഒരു ബുക്കുണ്ടല്ലോ അതിനൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ പറയുന്നത് ഇന്ത്യക്കാർക്ക് ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള കോൺഷ്യസ്നെസ്സും ഇല്ല, അതുപോലെ തന്നെ അവരുടെ പാസ്റ്റിനെ പറ്റിയിട്ട് അവർക്ക് വലിയ ധാരണയൊന്നും ഇല്ലയെന്ന്. അത് അത്യാവശ്യം സത്യം തന്നെയാണ്. നമുക്കിപ്പോഴും എന്താണ് പണ്ട് നടന്ന കാര്യങ്ങളെന്ന് അറിയത്തില്ല. പുതിയ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പം കംപ്ലീറ്റ്ലി പഴയ കാര്യങ്ങൾ പോവും. എക്സാമ്പിൾ അതിനും പറഞ്ഞുതരാം. നമ്മുടെ അശോകൻ, ഗ്രേറ്റ് അശോക എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഗ്രേറ്റ് അശോക എങ്ങനെയാണ് ഇത്രയും പോപ്പുലർ ആയത്? നോർത്ത് ഇന്ത്യയിലുള്ളൊരു കിങ് ആണ്. പുള്ളിക്കാരൻ കുറേ ഇങ്ങനെ ശിലകളിലൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. എന്താണ് അതിന് പറയുക, അത് മറന്നുപോയി. ഓക്കെ, കുറേ മാനുസ്ക്രിപ്റ്റ്സ് പോലത്തെ പരിപാടികളും ഈ ശിലകളിൽ സ്റ്റോൺസിൽ പോലെ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ദേവനാംപ്രിയൻ എന്ന് പറയുന്ന ഒരു പേര്
എഴുതുന്നുണ്ട്. പിന്നെ ശേഷം അത് മനസ്സിലാക്കി ദേവനാപ്രിയൻ എന്ന് പറയുന്നത് നമ്മുടെ അശോകയുടെ മറ്റൊരു പേരാണ്. സോ അതുകൊണ്ട് ഇതൊക്കെ അശോകൻ്റെ ശാസനങ്ങളായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ മനസ്സിലാക്കുന്നു സദേൺ ഇന്ത്യയിലും ഒരു അശോകനുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ, ആ അശോകനാണോ ഈ അശോകൻ, അതോ ഇതൊക്കെ ഉണ്ടാക്കിയ ഗ്രേറ്റ് എംപറർ ഇനി നമ്മുടെ സദേൺ ഇന്ത്യയിലെ അശോകനാണോ? കണ്ടോ, ഇതൊക്കെ നമ്മുടെ പെർസെപ്ഷൻസ് ആണ്. ഒരു ചെറിയ നമ്മൾ എന്തൊക്കെയോ ഉദ്ദേശിച്ച് വെച്ചിരിക്കുകയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയാൽ തീർന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻസിൻ്റെ ഹിസ്റ്ററിയെ വെസ്റ്റേണേഴ്സ് ഒന്നും കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം പേഴ്സണൽ മെമ്മേഴ്സ് ആയിരിക്കും, അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇന്ത്യക്കാർക്ക് ഹിസ്റ്ററിയെ പറ്റി വലിയ കോൺഷ്യസ്നെസ്സും ഇന്ത്യയുടെ പാസ്റ്റിനെ പറ്റിയിട്ട് അവർക്ക് വലിയ ധാരണയും ഒന്നും ഇല്ല. ഇനി ഇന്ത്യൻസിന് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഇല്ല എന്ന് പറയാനായിട്ട് അവർ കുറച്ച് റീസൺസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം സ്പിരിച്വൽ ഫോക്കസിലാണ്. ഇന്ത്യൻസ് നമുക്കിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ ഇല്ലയോ പറയുന്നത്. എല്ലാവരും സ്പിരിച്വാലിറ്റി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഹിമാലയാസിലും ഒക്കെ എല്ലാം റീച്ച് ചെയ്യുന്നത്, ഉത്തരാഖണ്ഡിലും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സ്പിരിച്വൽ കാര്യങ്ങൾക്കാണ്, സ്പിരിച്വൽ മാറ്റേഴ്സിനാണ്. ഒരിക്കലും അവൻ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ് കീപ്പിംഗ് എന്നൊക്കെ പറയുന്നത് മെറ്റീരിയൽ തിങ്സ് അല്ലേ. അതുകൊണ്ട് അവരതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഹിസ്റ്ററി ഒരാളുടെ പേഴ്സ്പെക്റ്റീവിൽ എഴുതുമ്പോൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കണം, അന്നത്തെ ടൈമിൽ ഇന്ത്യയിൽ കാസ്റ്റ് ഹൈറാർക്കി അല്ലെങ്കിൽ ചതുർവർണ്ണ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകാനുള്ള അർഹത ഹൈകാസ്റ്റ് ആൾക്കാർക്കായിരുന്നു അല്ലേ. ലോജിക്കലി ആലോചിക്കുമ്പോൾ അവരായിരിക്കും ഇനി ബുക്കുകളും വേദങ്ങളും ഒക്കെ എഴുതാൻ പോകുന്നത്. ഹൈകാസ്റ്റ് ആൾക്കാർ എഴുതാൻ പോകുന്ന വേദങ്ങളിൽ എന്താണ് പറയാൻ പോകുന്നത്? ലോ കാസ്റ്റ് ആൾക്കാർ എപ്പോഴും അവർക്ക് അടിമകളാണെന്നായിരിക്കും എഴുതാൻ പോകുന്നത്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കുമ്പം ഓക്കെ, ഇത് ദൈവദത്തമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ് എന്ന് ആൾക്കാർ ചിന്തിക്കൂ. അല്ലാതെ ഇവരത് എഴുതി വെച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ പാസ് ചെയ്ത് വന്നത് എന്നാരും ചിന്തിക്കില്ല. ഓക്കെ, കിട്ടിയല്ലോ. ഒന്ന് സ്പിരിച്വൽ ഫോക്കസ്. നെക്സ്റ്റ് പെർസീവ്ഡ് ചേഞ്ച്ലെസ്നെസ്. അതായത് നമ്മുടെ വെസ്റ്റേണേഴ്സ് എപ്പോഴും പറയുന്നത്, കൊളോണിയൽ പേപ്പർ പഠിച്ചു കാണുമല്ലോ, അവരെപ്പോഴും പറയുന്നത് ഇന്ത്യ ഈസ് എ സ്റ്റേറ്റിക് കൺട്രി എന്നാണ് പറയുന്നത്. അവർ ഭയങ്കര ഡൈനാമിക് ആണ്. അവരുടെ ഒരു 100-300 കൊല്ലങ്ങൾക്ക് മുന്നേ ഉള്ള രാജ്യം കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യൻസ് ഒട്ടും സിവിലൈസ്ഡ് അല്ല, അപ്പോൾ ഒട്ടും ഡൈനാമിക് അല്ല. ഇവിടെ ഇങ്ങനെ സമയം പോലും നീങ്ങില്ല എന്നാണ് ഇന്ത്യൻസിനെ പറ്റി പറയുന്നത്. എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കും, ടൈം ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ ഇന്ത്യൻസ് എന്താണ്, ഇതൊക്കെ അവർ ചുമ്മാ പറയുന്നുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കുറേയൊക്കെ. ഇന്ത്യ സ്റ്റാറ്റിക് ആണ്, അതുപോലെ അൺചേഞ്ചിങ് ആണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് മുസ്ലിം വാഞ്ചലിസം. മുസ്ലിം വാഞ്ചലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം ഇൻവേഡേഴ്സ് ഉണ്ടല്ലോ, അതായത് കുറേ ബാബർക്ക് നമ്മൾ ഇൻവേഡ് ചെയ്ത ആൾക്കാരാണ്. പിന്നെ തുഗ്ലക്കില്ല, മറന്നുപോയി പേര്, മുഹമ്മദ് ഗോറി, മുഹമ്മദ് ഗസ്നി, അവരൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ ഈ അമ്പലങ്ങളിലൊക്കെ അളവറ്റ സ്വർണ്ണങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കണ്ണു വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതിൻ്റെ കൂട്ടത്തിൽ കുറേ റെക്കോർഡ്സും നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ഇൻവേഡേഴ്സ് കാരണം നമ്മുടെ കുറേ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മുടെ ഈ ഇടയ്ക്ക് നളന്ദ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി തറക്കല്ലിട്ടൊക്കെ കണ്ടു കാണുമല്ലോ ന്യൂസിൽ. അപ്പോൾ അതിൽ ഏത് ഇൻവേഡർ ആയിരുന്നു? ഭക്തിയാർ ഖിൽജി എന്ന് പറഞ്ഞ ഇൻവേഡർ ആയിരുന്നു നളന്ദ തീരെ നശിപ്പിച്ചത്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടായിരുന്നു, റെക്കോർഡ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയെ പറ്റിയിട്ട് പരാമർശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വന്ന് തീയിട്ട് 1 മാസത്തോളം ഇത് സംഭവങ്ങൾ കത്തി എരിഞ്ഞമർന്നു പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ എത്രയോ ബൃഹത്തായ കുറേ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഇന്ത്യൻസ് ആണ് ആയുർവേദയിലാണെങ്കിലും മാത്സിലാണെങ്കിലും ആസ്ട്രോണമിയിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും ഇന്ത്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഭയങ്കര വലുതാണ്. അവർ ഭയങ്കര കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നളന്ദ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മറ്റേ പുള്ളി വന്നതെല്ലാം തീയിട്ട് അങ്ങ് നശിപ്പിച്ചപ്പോൾ എന്ത് പറ്റി? തീയിട്ട് നശിപ്പിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഖുറാനില്ല. അപ്പോൾ ആ ഒരു ബുക്ക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇത് മൊത്തം അങ്ങ് തീയിട്ട് നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഇന്ത്യൻസിൻ്റെ അവർ ഭയങ്കര പ്രിസർവ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ, ഡോക്യുമെൻറ്റ്സൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതും ഇവിടെ റീസണായിട്ട് പറയുന്നുണ്ട്. മുസ്ലിം ഇൻവേഡേഴ്സ് വന്നപ്പോഴത്തേക്കും കുറേ ഹിസ്റ്ററി നശിച്ചു പോയി. ഓക്കെ, ഏതൊക്കെ കാര്യങ്ങൾ? സ്പിരിച്വൽ ഫോക്കസിനെ പറ്റി പറഞ്ഞു, പിന്നെ ചേഞ്ച്ലെസ്നെസ്സിനെ പറ്റി പറഞ്ഞു, പിന്നെ മുസ്ലിം വാഞ്ചലിസം. ഓക്കെ, ഇവിടെ റാങ്കിയൻ ട്രഡീഷൻ കേട്ടോ, അങ്ങനെ ഒരു ട്രഡീഷൻ, എനിക്കറിയില്ല എങ്ങനെയാണ് പറയേണ്ടതെന്ന്. റാങ്കിയൻ ഞാൻ പറയാണ്. ഈ റാങ്കിയൻ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ഹിസ്റ്റോറിയൻ ഉണ്ട്, ലിയോപോൾ റാങ്കെ എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ. അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു സാധനത്തിന് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ കറക്റ്റ് ഒരു എവിഡൻസ് വേണം, കണ്ടംപററി സോഴ്സസിൽ നിന്നും എവിഡൻസ് വേണം. അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു
എന്തെങ്കിലും ഒരു എവിഡൻസ് വേണം. അല്ലാതെ കണ്ണി കണ്ടതൊക്കെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എവിഡൻസ് ഇല്ലാതെ ഒതൻറ്റിക്കേറ്റഡ് അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ഹിസ്റ്ററി അല്ല എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അത് തന്നെ വേണം. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫോംസിനൊന്നും ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഇല്ല എന്ന് പറയുന്നു. നാച്ചുറലി ഇന്ത്യ വാസ് സ്റ്റേറ്റഡ് ടു ഹാവ് പ്രൊഡ്യൂസ്ഡ് നോ ഹെറോഡോട്ടസ് ഓർ തുസീഡിയസ്. ഇവരൊക്കെ ഈ രണ്ട് ഹെറോഡോട്ടസും തുസീഡീസും എന്നൊക്കെ പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള ഗ്രീക്ക് ലാറ്റിൻ ഹിസ്റ്റോറിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവരെ പോലെ ഒന്നും നമുക്ക് ഇവിടെയുള്ള ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിനുള്ള ക്വാളിറ്റി ഇല്ല. കാരണം എന്താ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിന് ക്വാളിറ്റി ഇല്ലാത്തത്? അവർ ഈ ഒരു ആക്ച്വൽ എവിഡൻസ് ഒന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നത്. കുറേ തള്ളും കുറേ ഗ്യാസും കുറേ കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. The colonial rejection of Indian historical writings as deliberate and part of a broader agenda to replace indigenous knowledge system with colonial narratives that would aid in controlling the colony. മറ്റൊരു കാര്യം പറയാം. അതായത് എന്തുകൊണ്ടാണ് കൊളോണിയൽ പീപ്പിൾ ഇന്ത്യൻ നമ്മുടെ ഹിസ്റ്ററിയെ കൊള്ളത്തില്ല അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആണെന്ന് പറഞ്ഞത്? അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. നമ്മുടെ കൾച്ചർ അവരുടെ കൾച്ചറിനെ കാട്ടിയും മോശമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററി അവരുടെ ഹിസ്റ്ററിയെക്കാട്ടിയും തീരെ ശരി അല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് ഇൻഫീരിയർ ആണ്, സോ അവർ സുപ്പീരിയർ റൈസ് ആണ്, അതുകൊണ്ട് നമ്മൾ അവരുടെ സ്ലേവ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഹിസ്റ്ററിയെ ഒന്ന് ഇത് പിടിച്ചു. അപ്പോൾ ഹിസ്റ്ററിയുടെ മറ പിടിച്ചിട്ട് അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഹിസ്റ്ററി ഒന്നും ശരിയല്ല, നിങ്ങളെല്ലാം നിങ്ങൾക്ക് തോന്നിയ പോലെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, നമ്മുടെ ഹിസ്റ്ററിയാണ് ഗ്രേറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, the manifold specimens of historical writing from any part of the country were variously ridiculed as superstition, legend and nonsense. അതായത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏത് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് കണ്ടാലും അവർ പറയും ഇതൊന്നെങ്കിൽ സൂപ്പർസ്റ്റിഷൻ ആണ്, അല്ലെങ്കിൽ ലെജൻഡ് ആണ്, അല്ലെങ്കിൽ അട്ട നോൺസെൻസ് ആണെന്ന് പറഞ്ഞിട്ട് അവർ റിഡിക്യൂൾ ചെയ്യാൻ തുടങ്ങി ടു റൂളേഴ്സ്. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കേരളോൽപ്പത്തി എന്ന് പറയുന്ന വർക്ക് എഴുതുന്നത് ശങ്കുണ്ണിയാണ്, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. അപ്പോൾ മലബാർ മാനുവൽ എന്ന് പറഞ്ഞൊരു വോക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വില്യം ലോഗൻ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ മലബാർ ഏരിയയിലെ കുറേ എന്താണ് ആയുർവേദിക് പ്ലാന്റ്സിനെ പറ്റിയിട്ടും കേരളത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു വോക്കാണ് മലബാർ മാനുവൽ. ഈ മലബാർ മാനുവലിൽ നമ്മുടെ കേരളോൽപ്പത്തി എന്ന് പറയുന്ന ഈ ഒരു വോക്കിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. നമ്മുടെ കേരളോൽപ്പത്തി അദ്ദേഹം വിളിക്കുന്നത് ഫറാഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്നാണ്. കുറേ ലെജൻഡറി നോൺസെൻസ് എല്ലാം കൂടി ചേർന്ന ഒരു ഹൈബ്രിഡ് വോക്ക്, അങ്ങനെയാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. It is not altogether beside the point of Logan, nonetheless leans heavily on the statements in the Keralapati for his own reconstruction of the history of Kerala. അദ്ദേഹം റിലേ ചെയ്യുന്നത് അദ്ദേഹം കേരളത്തിനെ പറ്റി എഴുതിയ ആ ഒരു ഹിസ്റ്ററിയെ പറ്റിയിട്ടാണ്. ഓക്കെ, റീകൺസ്ട്രക്ഷൻ ഓഫ് കേരളയെ പറ്റിയിട്ടാണ്. പക്ഷേ ഈയിടെയായിട്ട് നടക്കുന്ന സ്റ്റഡീസിൽ പറയുന്നത് ഇന്ത്യ ഒരു ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ആയിരുന്നു, ഇന്ത്യക്ക് ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഗ്രീക്കോ റോമൻ പോലെയോ അല്ലെങ്കിൽ ജൂഡിയോ ക്രിസ്ത്യൻ പോലെയോ അല്ലെങ്കിൽ പോസ്റ്റ് എൻലൈറ്റ്മെൻറ്റ് ട്രഡീഷൻ പോലെയോ ഒന്നും അല്ല. ഇന്ത്യൻ ഫോംസ് ഓഫ് ഹിസ്റ്ററി എക്സ്പ്രസ്ഡ് ദംസെൽസ് ഡിഫറെൻ്റ്ലി. അത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആക്ച്വലി പറയുന്ന പോലത്തെയുള്ള എന്താണ് പോസ്റ്റ് എൻലൈറ്റ്മെൻറ്റ് ഹിസ്റ്ററി പോലൊന്നുമല്ല ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ജൂഡോ ക്രിസ്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഗ്രീക്കോ റോമൻ ഹിസ്റ്ററി, പോസ്റ്റ് എൻലൈറ്റ്മെൻറ്റ് ട്രഡീഷനൊക്കെ ഇത്രയും ഗ്രേറ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാ വർക്ക്സിനെയും ഈ ഒരു വർക്ക്സുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള റീസൺ എന്താണ്? ജസ്റ്റ് യൂറോസെൻട്രിസം തന്നെയാണ്. അതും ഒരു കൊളോണിയൽ പ്രൊഡക്റ്റ് തന്നെയാണ്. എന്താണ് യൂറോസെൻട്രിസം? ആസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോമിനേഷൻ്റെ തന്നെയാണ് യൂറോസെൻട്രിസം. അതായത് യൂറോപ്പ് അവരാണ് എല്ലാത്തിൻ്റെയും സെൻറ്റർ, അവരാണ് ഡോമിനേറ്റഡ് റേസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും അൺസിവിലൈസ്ഡ് ആണ്, അവരാണ് സിവിലൈസ്ഡ് പീപ്പിൾ ആൻഡ് ഇറ്റ്സ് വൈറ്റ്സ് മാൻ ബോർഡൻ ടു സിവിലൈസ് ഓൾ ദീസ് പീപ്പിൾ. അതാണ് അവരുടെ ഒരു അജണ്ട എന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ വന്നിട്ട് അവരുടെ വർക്ക്സ് ആണ് ഗ്രേറ്റ്, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്റോറിയൻസ് ആണ് ഗ്രേറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് എന്താണ് ദ കൊളോണിയൽ പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് യാ ദാറ്റ്സ് റൈറ്റ്, അവർ പറയുന്നതാണ് ശരി, വി ആർ ദ ഇൻഫീരിയർ റൈസ് എന്ന് ഓട്ടോമാറ്റിക്കലി ബിലീവ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിനെ എല്ലാം അവർ തഴഞ്ഞിട്ടിരിക്കുന്നത്. അതിന് നമുക്ക് മറ്റൊരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ കാളിദാസ് എന്ന് പറഞ്ഞാൽ ഹി വാസ് പ്രറ്റി മച്ച് ഗ്രേറ്റർ ദാൻ ഷേക്സ്പിയർ. എങ്കിൽ പോലും വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് റൈറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഷേക്സ്പിയറിനെയാണ്. അതിനെക്കാട്ടിയും ഫാർ സൂപ്പർ ആയിരുന്നു കാളിദാസൻ എന്ന് പറയുന്നത്. ഈ കൊളോണിയൽ പെർസ്പെക്റ്റീവ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫെയിം അധികം അങ്ങോട്ട് സ്പ്രെഡ് ആവാതെ പോയി. ഈ യൂറോപ്പ് അല്ലെങ്കിൽ അവിടുന്ന് വന്ന് നമ്മുടെ കൊളോണൈസേഴ്സിൻ്റെ ഒരു വിചാരമുണ്ട്,
അവരുടെ മാത്രമാണ് ഗ്രേറ്റ്, അവരുടെ മാത്രമാണ് അടിപൊളി, അവരുടെ കൾച്ചർ മാത്രമാണ് നല്ലത്, വേറെ എല്ലാം മോശമാണെന്നൊരു വിചാരമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹിസ്റ്റോറിയൻസും ഇങ്ങനെ എന്താണ് മോശമാണെന്നൊരു കാര്യം വരാൻ റീസൺ. According to Romila Thapar, historical consciousness a sense of history as the awareness of past events that are relevant to a particular society, viewed within a chronological framework and expressed in a form that meets the needs of the society. While this definition has some shortcomings, its core elements are significant. അപ്പോൾ നമുക്ക് റൊമീല താപ്പറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ഡെഫിനിഷനിൽ, എങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുക്കാം. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏൻഷ്യൻ ഇന്ത്യക്ക് ഒരു ക്ലിയർ സെൻസ് ഓഫ് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. എങ്ങനെ? ചില സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യക്ക് ആബ്സെൻ്റ് ആണെങ്കിൽ പോലും നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ ഉണ്ടെന്നാണ് റമീല താപ്പ പറയുന്നത്. Historians have priced out and appreciated veins of history embedded in the Vedic, Buddhist, and Jain literature, not to speak of full-length texts of what could be described as westernized history dating from a later period. അവർ വേദിക് ലിറ്ററേച്ചർ, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, ജെയിൻ ലിറ്ററേച്ചർ ഇതിനകത്തുനിന്നൊക്കെ ഹിസ്റ്ററി എടുക്കുന്നുണ്ട്, കാർവ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ റൈറ്റർ പറയുന്നത്, ഞാൻ എന്തിനാണ് ഈ എസ്സേ എഴുതുന്നത്. ഓക്കെ, ഇത്രയും നേരം ഘോരഘോര പ്രസംഗിച്ചിട്ടും അദ്ദേഹം പറയുന്നില്ല എന്തിനാണ് എസ്സേ എഴുതുന്നതെന്ന്. ഇനി പറയുന്നുണ്ട് എന്താണ് ഈ ഒരു എസ്സേയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. Typical of South India or nearly the whole Indian subcontinent in the early medieval period is a profusion of what are known as പ്രശസ്തീസ്. അതായത് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിൽ കുറേ പ്രശസ്തി കിട്ടിയിട്ടുണ്ട്. എന്താണ് പ്രശസ്തി എന്ന് വെച്ചാൽ ഒരു വർക്കാണ്, ലിറ്ററേച്ചർ തന്നെയാണ്. പ്രശസ്തി എന്ന് വെച്ചാൽ ഒരു ഇൻസ്ക്രിപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റോണിലൊക്കെ കൊത്തി വെക്കുന്ന അതുപോലത്തെ ഇൻസ്ക്രിപ്ഷൻസ് ആണ്, ആരെയെങ്കിലും പറ്റി പ്രശംസിച്ചുകൊണ്ട്, ഇൻ പ്രൈസ് ഓഫ് പ്രശസ്തി. ഇപ്പം അശോകനെ പ്രശംസിച്ചുകൊണ്ട് അശോക പ്രശസ്തി, അങ്ങനെ കുറച്ച് കൈൻഡ് ഓഫ് പ്രശസ്തീസ് ഏൻഷ്യൻ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിലൂടെയാണ് നമ്മൾ എന്താണ് ആ ഹിസ്റ്ററി എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അശോകൻ്റെ പ്രശസ്തിയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ഇന്ത്യൻ പീപ്പിളിന് റോമൻസുമായിട്ടും ഗ്രീക്സുമായിട്ടും ഒക്കെ ട്രേഡ് ഉണ്ടായിരുന്നു, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈജിപ്റ്റുമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ആ ഒരു പ്രശസ്തി വായിക്കുമ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പ്രശസ്തീസ് ഫോം ലാർജ്ലി എന്തൊക്കെയാണ് പ്രശസ്തി എന്ന് വെച്ചാൽ, ഒന്നുകിൽ ആർക്കെങ്കിലും ലാൻഡ് ഇങ്ങനെ ഗ്രാൻഡ് ചെയ്തു, അതിനെ പറ്റിയിട്ടുള്ള പ്രിഫേഴ്സ് ആയിരിക്കും. Generally, a supposedly historical account of the dynasty of the donor in which whose honor they are composed. അതായത് ആർക്കെങ്കിലും കുറച്ച് ഭൂമി ദാനമായിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അവരെ പ്രശംസിച്ചുകൊണ്ട് ഏത് റൂളറാണോ കൊടുത്തത് അദ്ദേഹത്തിന് പ്രൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രിഫസ് എഴുതും. ആ ഒരു പ്രിഫസിനെയാണ് നമ്മൾ പ്രശസ്തി എന്നറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെ അപ്പോൾ അതിലൂടെ നമുക്ക് ആ റൂളിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഡൈനാസ്റ്റിയുടെ വ്യാപ്തി എത്രമാത്രമായിരുന്നു, അദ്ദേഹം എന്തിനെയൊക്കെ കോൺഗർ ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. യൂഷ്വലി there is a recitation of the tradition, real or invented, regarding the origin of the dynasty, a somewhat detailed description of the career and achievements of the immediate ancestors of a patron, and then a dwelling at some length on the patron himself. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം കോൺഗർ ചെയ്ത ലാൻഡ്സിനെ പറ്റി, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏൻഷ്യൻ പൂർവികന്മാരെ പറ്റി, അതൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. All these items use a particularly manufactured image of the past, and in every case the image would be used in the validation of a new political forms which came to existence in different regions in the subcontinent in the early medieval period. ഇതിലൂടെ നമുക്ക് ആ ഒരു പീരീഡിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെയാണ്. The Prashastis begins to make its appearance as a form of expressing historical consciousness from the time of Guptas onwards in early medieval India. ഓക്കെ, ഗുപ്ത ടൈം തൊട്ട് ഈ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. It went a long way in legitimizing the new monarchical states and monarch it in South India in the period of Pallavas and later. ഗുപ്ത പീരീഡിൽ തുടങ്ങി, അത് 4ാം നൂറ്റാണ്ടിൽ തുടങ്ങി 7th സെഞ്ച്വറിയിലെ പല്ലവ ആ ഒരു പീരീഡ് വരെ ഈ ഒരു പ്രശസ്തി സംഭവം എന്ത് ചെയ്തു ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കേരളത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശസ്തീസ് കേരളത്തിൽ അവൈലബിൾ അല്ലാത്തതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. നമുക്ക് അതിന് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.